ആരാണ് അടുത്ത ബാലൻഡിയോർ ജേതാവ്? ഒരുപാട് വർഷത്തിന് ശേഷം ആ ഒരു നേട്ടം ബ്രസീലിലേക്ക് എത്തുമോ? ഇപ്പോൾ തന്നെ ഫാൻസിൻ്റെ ഇടയിൽ ഒരുപാട് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബ്രസീലിലേക്ക് എത്തുമോ എന്ന് ചോദിക്കാനുള്ള കാരണം റാഫിനെയും ബാഴ്സയിലെ റാഫിനെയും റയലിലെ വിനീഷ്യസ് ജൂനിയറിൻ്റെയും പ്രകടനം ഒന്നിനൊന്നും ബെറ്ററാണ്. ഇരുവരും തൻ്റെ ടീമിന് വേണ്ടിയിട്ട് അത്രയും കഠിനമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളും മികച്ച ഫോമിലാണ്. ആ ഒരു പ്രകടനം ബ്രസീലിലും ആളുകൾ ബ്രസീൽ ഫാൻസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും എന്നുള്ളത് അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ വരുമ്പോൾ അറിയാം. നെയ്മറിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മത്സരം വരുമ്പോൾ. അപ്പോൾ ഏതായാലും ഇപ്പോൾ പറഞ്ഞു വന്നത് ബ്രസീലിലേക്ക് ആ ഒരു നേട്ടം എത്തുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ബാലൻഡിയോർ വിനീഷ്യസ് ജൂനിയറിന് കിട്ടും, അത് ബ്രസീലിലേക്ക് എത്തും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സംസാരങ്ങൾ ഉണ്ടായെങ്കിലും അവസാന ഘട്ടത്തിൽ ചടങ്ങിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ്, ബാലൻഡിയോറിൻ്റെ റിസൾട്ടിൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ അത് വിനീഷ്യസിന് കിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് വന്നു. ആ ഒരു ചടങ്ങ് റയൽ മാഡ്രിഡ് ടീം മൊത്തം ബഹിഷ്കരിച്ചു. ഇപ്പോൾ അതാ ഇരുവരുടെയും റാഫിനയുടെയും വിനീഷ്യസിൻ്റെയും ഒക്കെ കണക്കുകൾ എടുത്ത് നിരത്തിയിട്ടുണ്ട് ഫാൻസ്. ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. 31 കളികളിൽ 23 ഗോളുകളും 9 അസിസ്റ്റുകളുമായിട്ട് റാഫിന. അതുപോലെ തന്നെ 27 മത്സരങ്ങളിൽ 17 ഗോളും 9 അസിസ്റ്റുകളുമായിട്ട് വിനീഷ്യസ് ജൂനിയറും. ഗോളും അസിസ്റ്റും മാത്രം നോക്കിയിട്ട് ബാലൻഡിയോർ കിട്ടൂല, അത് വേറെ കാര്യം. അതുമാത്രമല്ല, ഇതല്ല കളികൾ, ഇതിലും വലിയ കളികൾ ബാക്കിലുണ്ട്. സൂപ്പർ താരം സല ഒരു 1.5 മുതൽ ബാക്കിലുണ്ട്. റാഫിനി വിനീഷ്യസും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഒപ്പം തന്നെ മുഹമ്മദ് സലയുണ്ട്. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ വന്നുകൊണ്ടിരിക്കുന്നു, ഇവരുടെ കൂടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ലെവൻഡോസ്കി ഉണ്ട്, തൊട്ടരികിൽ നമ്മളെ യമാലുണ്ട്. ഇത്രയും താരങ്ങൾ ആൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ വിനീഷ്യസ് റാഫിന എന്നുള്ള തർക്കങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല ഇപ്പോൾ. ഏതായാലും മുഹമ്മദ് സലയാണ് കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യണത് അടുത്ത ബാലൻഡിയോർക്ക്. കാരണം മികച്ച ഫോമിലാണ് ആൾ. ചാമ്പ്യൻസ് ലീഗ് അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് പോലുള്ള നേട്ടങ്ങൾ, അല്ലെങ്കിൽ ലാ ലീഗ പോലുള്ള നേട്ടങ്ങൾ ഇവർ അങ്ങനെയൊക്കെ നേടിക്കഴിഞ്ഞാൽ പല നേട്ടങ്ങളും നോക്കിയിട്ട് കൊടുക്കുന്ന ആ ഒരു അവാർഡ് ആരായിരിക്കും അടുത്ത പ്രാവശ്യം കൊയ്യുക എന്നുള്ളത് ഇപ്പോൾ തന്നെ ഫാൻസിൻ്റെ ഇടയിലൊക്കെ ചർച്ചകൾ തുടങ്ങി. ഏതായാലും ഇനിയും സമയങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് അറിയാൻ. ഇനിയും മത്സരങ്ങളുണ്ട്, ഇനിയും ടൂർണമെൻറ്റുകളുണ്ട്, റിസൾട്ടുകൾ അറിയാനുണ്ട്. കാത്തിരിക്കാം. ബ്രസീലിയൻ താരം തന്നെ ആ ഒരു നേട്ടം കൈവരിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ള താരങ്ങൾ ആരെങ്കിലും, നമ്മുടെ മുഹമ്മദ് സലയെ പോലുള്ള താരങ്ങൾ ആരെങ്കിലും ആ ഒരു നേട്ടം സ്വന്തമാക്കുമോ എന്നുള്ളത്, അല്ലേ?